പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 18. പ്രധാന വാർത്തകൾ. മഴയിലും വെള്ളപ്പൊക്കത്തിലും പെട്ട് പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സയൊരുക്കി ആരോഗ്യ വിഭാഗത്തിന്റെ സേവനവും കയ്യടി നേടുകയാണ്. അടിയന്തര സാഹചര്യം നേരിടാൻ ആരോഗ്യ പ്രവർത്തകരുടെയും മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും മറ്റും പ്രവർത്തനം ആരോഗ്യ മന്ത്രാലയം ഉറപ്പാക്കിയിരുന്നു. വെള്ളപ്പൊക്കത്തിന്റെ പ്രത്യാഘാതങ്ങൾ ബാധിക്കുന്ന ഗവർണറേറ്റുകളിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ നടത്തി. ചില ആശുപത്രികളിലെ ശസ്ത്രക്രിയകൾ മാറ്റിയിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്ററും സജ്ജമാക്കി. വീണ്ടും താഴേക്ക് പതിച്ച് രൂപയുടെ മൂല്യം. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ രേഖപ്പെടുത്തിയ ഡോളറിനെതിരെയുള്ള രൂപയുടെ ഏറ്റവും വലിയ ഇടിവിനേക്കാൾ താഴ്ചയിലാണ് ഇന്നലെ രൂപയുടെ വിലയിടിഞ്ഞത്. വിനിമയ നിരക്കിലും ഇതിന്റെ പ്രതിഫലനമുണ്ടായി. ഏറ്റവും ഉയർന്ന വിനിമയ നിരക്കാണ് ഇന്നലെ ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങൾ നൽകിയത്. ഒരു റിയാലിന് 215 രൂപ 60 പൈസയായിരുന്നു വിനിമയ നിരക്ക്. രൂപയുടെ മൂല്യം ഇടിയുകയും റെക്കോർഡ് വിനിമയ നിരക്ക് ലഭിക്കുകയും ചെയ്തതോടെ പ്രവാസികൾ നാട്ടിലേക്ക് പണമയക്കുന്നതും വർദ്ധിക്കും. പെരുന്നാൾ ദിനങ്ങളിൽ മലയാളികളടക്കം പണമയക്കുന്നതിൽ വർധനയുണ്ടായതായി ഒമാനിലെ മണി എക്സ്ചേഞ്ചുകൾ പറയുന്നു. വരും ആഴ്ചകളിലും വിലയിടിവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലർ കടം വാങ്ങിയും പണം തരപ്പെടുത്തിയും നാട്ടിലേക്ക് അയച്ചു. രൂപയ്ക്ക് കനത്ത തിരിച്ചടിയുണ്ടായതോടെ റിസർവ് ബാങ്ക് കൂടുതൽ ഡോളർ വിപണിയിൽ ഇറക്കി. നിലവിലെ ആഗോള സാഹചര്യങ്ങളാണ് രൂപയ്ക്ക് തിരിച്ചടിയായത്. വിദേശ നിക്ഷേപകർ ഇന്ത്യയടക്കമുള്ള വികസ്വര രാജ്യങ്ങളിലെ നിക്ഷേപം വിറ്റഴിക്കുമ്പോൾ ഡോളറിന് ഡിമാൻഡ് ഉയരും. ഇതാണ് രൂപയെ പ്രതികൂലമായി ബാധിക്കുന്നത്. 4 ദിവസം ദുരിതം നിറച്ച് പെയ്തിറങ്ങിയ മഴമേഘങ്ങൾ മാറുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെ മഴ കുറഞ്ഞു. കുറഞ്ഞ സ്ഥലങ്ങളിൽ നേരിയ ചെറിയ തോതിൽ പേമാരി പെയ്തിറങ്ങിയെങ്കിലും മിക്ക സ്ഥലങ്ങളിലും വെളിച്ചമുള്ള കാലാവസ്ഥയായിരുന്നു. കഴിഞ്ഞുപോയത് പൂർണ്ണമായും മഴയിൽ മുങ്ങിയ ദിവസങ്ങളായതിനാൽ സ്വദേശികളും വിദേശികളും ഇന്നലെ ലഭിച്ച തെളിഞ്ഞ അന്തരീക്ഷത്തിൽ പുറത്തിറങ്ങി. ദിവസങ്ങളായി യാത്രകൾ അടക്കമുള്ളവ മാറ്റിവെച്ചവർ ഇന്നലെ രാവിലെ മുതൽ വലിയ തിരക്കിലായിരുന്നു. റോഡുകളിലും മറ്റുമുണ്ടായ തടസ്സങ്ങൾ നീക്കുന്നതിനും കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കുന്നതിനും നഗരസഭാ തൊഴിലാളികൾ രാവിലെ മുതൽ ശ്രമം ആരംഭിച്ചിരുന്നു. ഇവർക്കൊപ്പം സഹായവുമായി സ്വദേശികളും കൂടി ചേർന്നതോടെ പ്രവൃത്തികൾ വേഗത്തിലായി. നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരും രംഗത്തുണ്ടായിരുന്നു. അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നാഷണൽ കമ്മിറ്റി ഫോർ എമർജൻസി മാനേജ്മെന്റിന് കീഴിൽ വിവിധ ഗവർണറേറ്റുകളിൽ 143 ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറന്നു. പ്രവാസികളും തദ്ദേശീയരും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലെത്തി. ഗവർണറേറ്റുകളിലെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ നിരവധി കുടുംബങ്ങളെത്തി. ഇവർക്കാവശ്യമായ എല്ലാ സേവനങ്ങളും ഇവിടങ്ങളിൽ ലഭ്യമാക്കുകയും ചെയ്തു. ACC പ്രീമിയർ കപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ സെമി ബെർത്തുറപ്പിച്ച് ഒമാൻ. ഇന്നലെ നടന്ന മത്സരത്തിൽ കുവൈത്തിനെ 46 റൺസിന് കീഴ്പ്പെടുത്തി ഗ്രൂപ്പ് ഘട്ടത്തിലെ 1-ാം സ്ഥാനക്കാരായാണ് ആതിഥേയർ സെമി പ്രവേശനം രാജകീയമാക്കിയത്. നാളെ നടക്കുന്ന സെമിയിൽ ഒമാൻ ഹോങ്കോങ്ങിനെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിലെ 4-ാം മത്സരത്തിൽ ബൗളിംഗിലും ബാറ്റിംഗിലും തിളങ്ങിയ ക്യാപ്റ്റൻ സീഷാൻ മക്സൂദിന്റെ പ്രകടനത്തിന്റെ ബലത്തിലാണ് ടീം അനായാസം ജയമുറപ്പിച്ചത്. ആമിറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ കുവൈത്ത് ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കുവൈത്തിന് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 154 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഗ്രൂപ്പ് ബിയിൽ നിന്നും 8 പോയിന്റുമായാണ് ഒമാൻ സെമിയിൽ പ്രവേശിച്ചത്. നേപ്പാളും UAEയുമാണ് മറ്റു ഫൈനലിസ്റ്റുകൾ. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുഹാർ സിൽവർ ജൂബിലി പാർക്ക് താൽക്കാലികമായി അടച്ചു. പുതിയ അറിയിപ്പുണ്ടാകുന്നതുവരെ പാർക്ക് തുറക്കില്ലെന്ന് നഗരസഭ അറിയിച്ചു. ഇന്നലെ മുതലാണ് പാർക്ക് അടച്ചത്. പ്രദേശത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് സിൽവർ ജൂബിലി പാർക്ക്. ഗവർണറേറ്റുകളിൽ പെയ്ത മഴയെ തുടർന്ന് കുത്തിയൊലിച്ച വാദികളിൽ കുടുങ്ങിയ നിരവധി പേരെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം രക്ഷപ്പെടുത്തി. അതേസമയം 4 പേർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും സിവിൽ ഡിഫൻസ് അറിയിച്ചു. വാഹനങ്ങളുമായി വാദിയിൽ അകപ്പെട്ടവരെയും നിരവധി സ്ഥലങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി. സുഹാർ, ലിവ, ഷിനാസ്, ദങ്ക്, മനാഹ്, കസബ്, സമായിൽ, സമദ് അൽഷാൻ, ആദം, ഇബ്രാം, മന, ഖസബ്, മഹൂത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് നിരവധി പേരെ രക്ഷപ്പെടുത്തിയത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു.
ചെറിയ പെരുന്നാൾ അവധി ദിനങ്ങളിൽ നഗരങ്ങളിൽ നിന്ന് ശേഖരിച്ചത് 31,000 ടണ്ണിലധികം ഖരമാലിന്യങ്ങളെന്ന് ഒമാൻ എൻവയോൺമെന്റൽ സർവീസസ് ഹോൾഡിംഗ് കമ്പനി റിപ്പോർട്ട്. മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 13% വർധനവ് ഈ ദിനങ്ങളിൽ മാലിന്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഏപ്രിൽ 9 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലെ കണക്കുകളാണ് അധികൃതർ പുറത്തുവിട്ടത്. ഈ ദിവസങ്ങളിൽ കമ്പനിക്ക് അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഇരട്ടിയാക്കേണ്ടി വന്നു. ഇതുവഴി പ്രതിദിനം ടൺ കണക്കിന് നഗരമാലിന്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തതായി MSW പ്ലാനിംഗ് ആൻഡ് സർവീസ് ഒപ്റ്റിമൈസേഷൻ ജനറൽ മാനേജർ എഞ്ചിനീയർ മൊഹ്സിൻ മുഹമ്മദ് അൽ ബർവാനി പറഞ്ഞു. 4 ദിവസം തുടർച്ചയായി പെയ്ത മഴയിൽ രാജ്യത്തെ അണക്കെട്ടുകൾ നിറഞ്ഞു. ഒമാന്റെ വിവിധ ഭാഗങ്ങളിലെ 49 അണക്കെട്ടുകളിലായി 179 ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളമാണ് മഴയിൽ ശേഖരിച്ചതെന്ന് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചു. ഏറ്റവും ഉയർന്ന സംഭരണി ശേഷിയുള്ള മസ്കത്ത് ഗവർണറേറ്റിലെ ഖുറിയാത്ത് വാദി ദൈക്കാഹ്, ആമിറാത്ത് വിലായത്തിലെ വാദി അൽ സരിൻ അണക്കെട്ടുകളിലാണ് കൂടുതൽ ജലശേഖരമുള്ളത്. ബിദിയയിൽ പെയ്ത കനത്ത മഴയിൽ മതിലിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട പത്തനംതിട്ട അടൂർ കടമ്പനാട് സ്വദേശി സുനിൽ കുമാറിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീട്ടുവളപ്പിൽ സാംസ്കാരിക ചടങ്ങുകൾ നടക്കും. പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളും മഴവെള്ളത്തിൽ ഒലിച്ചുപോയതിനെ തുടർന്ന് എമർജൻസി സർട്ടിഫിക്കറ്റ് വഴിയാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയത്. OIC, CKMCC ഭാരവാഹികൾ നടപടികൾക്ക് നേതൃത്വം നൽകി. അതേസമയം സംഭവത്തിൽ പരിക്കേറ്റ ആലപ്പുഴ സ്വദേശി അശ്വിൻ ടൈറ്റസിനെയും വിദഗ്ധ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് കൊണ്ടുപോയി. നേരത്തെ മസ്കത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇവിടെ നിന്നും കഴിഞ്ഞ ദിവസമാണ് അശ്വിനെ നാട്ടിലെത്തിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കനത്ത കാറ്റിലും മഴയിലും പ്രളയത്തിലും അകപ്പെട്ട 1000-ലധികം പേരെ രക്ഷപ്പെടുത്തുകയും 600-ലധികം ആളുകളെ സുരക്ഷിതയിടങ്ങളിലേക്ക് മാറ്റുകയും ചെയ്ത് റോയൽ ഒമാൻ പോലീസ്. ദിവസങ്ങൾക്കിടെ 1630 പേരെ രക്ഷപ്പെടുത്തിയതായും 630 പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിച്ചതായും പോലീസ് വ്യക്തമാക്കി. ഏവിയേഷൻ വിഭാഗം ഹെലികോപ്റ്ററിൽ 50-ഉം മറ്റു വാഹനങ്ങൾ ഉപയോഗിച്ച് 152-ഉം രക്ഷാപ്രവർത്തനങ്ങളാണ് ഈ ദിവസങ്ങളിലായി നടത്തിയത്. കുത്തിയൊലിക്കുന്ന വാദിയിലകപ്പെട്ടവരെ ഹെലികോപ്റ്ററിലെത്തി റോയൽ ഒമാൻ പോലീസ് ഏവിയേഷൻ വിഭാഗം രക്ഷപ്പെടുത്തുന്നതുൾപ്പെടെ വിവിധ രക്ഷാപ്രവർത്തന ദൃശ്യങ്ങൾ ഇന്നലെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. പോലീസിന്റെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൈയടിക്കുകയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ സ്വദേശികളും വിദേശികളും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.